പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തനി നാടൻ രീതിയിലുള്ളൊരു കൊഞ്ച് റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ കൊഞ്ചൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പം 1/2 കിലോ ഒന്നുമില്ല, അതിനേക്കാളൊരു ഇച്ചിരി കുറവാണ്. തല നമ്മൾ എടുത്തിട്ടില്ല, അത് ഞാനാണെങ്കിൽ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുതുകിലൊരു ഞരമ്പുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ക്ലീനാക്കി എടുക്കണം. അതെന്തായാലും എടുത്ത് കളയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി പൊടിയുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ പുരട്ടിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു കൊഞ്ച് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പൊടികൾ ചേർത്താൽ മതി. ഇപ്പം ഞാനിവിടെ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒരുപാടാകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ കുറച്ച് മാത്രം ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു കൊഞ്ചിനകത്തൊക്കെ നന്നായിട്ട് ഈ ഒരു അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടണേ. എന്നിട്ടത് 2-2.5 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാം. ഫ്രീസറിലൊന്നും അല്ല, താഴെ തന്നെ വെച്ചേക്കാമേ. പുറത്ത് വെക്കേണ്ട, കാരണം അത്രയും സമയം നമ്മൾ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാം. ഞാൻ ഇതേപോലൊരു കണ്ടെയ്നർ സെറ്റിലാക്കിയതിന് ശേഷം നമ്മൾ കൊഞ്ച് മൊത്തം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ചിക്കനായാലും മീനായാലും അതുപോലെ തന്നെ പുരട്ടി വെക്കുന്ന ഐറ്റംസ് എന്തുണ്ടെങ്കിലും നമ്മൾ അത് കുറേ സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്ന ആ ഒരു ഫ്ലഷ് കുറച്ച് ടെൻഡർ ആയിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടത്തുള്ളൂ. ആ മസാലയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ അതേ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ ഈ സവാളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്കും കറണ്ട് പോയി. അതാണ് ഈ ഒരു കളർ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാനിപ്പം ഏകദേശം ഒരു 3 സവാളയും എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുനുകുനാന്നിങ്ങനെ കൊത്തി എരിഞ്ഞ് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ ഏറ്റവും നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ചോപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കറണ്ട് ഉണ്ടല്ലോ, വരവേയും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ കറണ്ടെല്ലാം ഫുള്ള് പോകുന്നതിന് മുമ്പ് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിത് ചോപ്പറിലേക്ക് ഇട്ടത്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ചോപ്പർ. അപ്പോൾ നമുക്ക് ക്യാരറ്റോ ബീട്രൂട്ടോ എല്ലാം കൊത്തി എരിയാൻ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അതങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് നല്ല അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലഷിലേക്ക് തന്നെ നന്നായിട്ട് ഈ ഒരു മുളകും മസാലകളും കുരുമുളകും എല്ലാം നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കൊഞ്ച് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാമേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ കൊഞ്ചൊക്കെ ഒത്തിരി കിട്ടുന്ന സീസൺ ആണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യാൻ നല്ലതാണ്. അപ്പം ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴാണ് നമ്മളിത് അടുത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണേ. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിലെങ്ങും ഒട്ടിപ്പിടിക്കുകയും ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രമൊക്കെ എടുത്താൽ മതി. ഇതൊരു 1 പോട്ട് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്നതും റോസ്റ്റ് ഉണ്ടാക്കുന്നതും എല്ലാം ഇതിലാണ്. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മളിത് നന്നായിട്ടിങ്ങനെ മൊരിച്ചെടുക്കണം. ഇപ്പോൾ അത് ഏകദേശം ഒരു പകുതി മുക്കാലോളം നന്നായിട്ടിങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ അരപ്പൊക്കെ നന്നായിട്ട് അതിനകത്ത് പിടിച്ച് നന്നായിട്ട് പൊതിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ടിങ്ങനെ വരുവാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞ് മൂത്ത് വന്നപ്പോഴത്തേക്കും ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ആ ഒരു എണ്ണയ്ക്കകത്ത് കുറച്ച് കരടുണ്ടല്ലോ, അതും കൂടി നമ്മൾ അതിലേക്ക് ഇട്ടേക്കണ്ട. അതും കൂടി നമുക്ക് ആ പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാമേ. ആ ബാക്കിയുള്ള എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ഈ റോസ്റ്റ് അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി നന്നായിട്ട് ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. വട്ടത്തിൽ അരിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുമല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് ചേർക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇനി ഈ ഒരു മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഈ ഒരു എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്ന് അതിൻ്റെ ഒരു പച്ച കുത്തലുണ്ടല്ലോ, അതൊക്കെ മാറണേ. അതിന് ശേഷമാണ് നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രം ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളേ.
അപ്പോൾ ഇത് ഒത്തിരി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി വെള്ളം ആ ചോപ്പറിനകത്ത് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ വീണ്ടും കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല. തക്കാളി ചേർത്ത് നമുക്ക് ഇതേപോലെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. പക്ഷേ ഇതിൽ ഞാനിപ്പം കുടംപുളിയാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഈ ഒരു രീതിക്കാണ് അവരുണ്ടാക്കുന്നത്. കറണ്ട് ദേ വീണ്ടും പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയേക്കാളും മൂപ്പ് മല്ലിപ്പൊടിക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുവാണേ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് എനിക്കൊരു സന്തോഷ വാർത്തയും കൂടി, ചെറിയൊരു സന്തോഷ വാർത്തയും കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സന്തോഷമെന്ന് ഞാൻ പറഞ്ഞതിന് വേറൊരു കാര്യമുണ്ട്. ഇനി ഫുൾ മോണിറ്റൈസേഷൻ ആവണം. അതിന് 4000 മണിക്കൂർ വാച്ച് അവർ കംപ്ലീറ്റ് ആവണം. അതും കഴിഞ്ഞിട്ട് $100 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഏണിങ്സ് ഒക്കെ കിട്ടുന്നതും റവന്യൂ ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടെങ്കിലേ ചാനൽ പെട്ടെന്ന് അങ്ങ് റീച്ച് ആവുകയൊക്കെ ചെയ്യത്തുള്ളൂ. ഇനി ഞാനിവിടെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. മാത്രം ഒഴിച്ചു കൊടുക്കുവാണ്. കാരണം ഇതിലൊരു ഗ്രേവി നമുക്കൊന്ന് കിട്ടണം. നന്നായിട്ട് അങ്ങനെ ഒന്ന് തിളച്ച് വരണം ഈ ഒരു അരപ്പിനകത്ത് കിടന്നിട്ട്. ഇത് ഞാനിപ്പം കൊഞ്ചിടുന്നതിന് മുമ്പേ ഈ ഒരു വെള്ളം ഒഴിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊഞ്ചിട്ടതിന് ശേഷമാണെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ ആ ഒരു അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ആ ഒരു ഫ്ലഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കൊഞ്ചിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഈ ഒരു അരപ്പിനകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണേ. അപ്പോൾ ഏകദേശം തന്നെ നമ്മുടെ പരിപാടികളൊക്കെ കഴിയാറായി. ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് സിമ്മിലൊക്കെ ഇട്ടിട്ട് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ തിളപ്പിച്ച് എടുക്കണം. എങ്കിൽ മാത്രമേ അരപ്പൊക്കെ അതിനകത്ത് പിടിക്കത്തുള്ളൂ. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും വളരെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കുടംപുളിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആ ഒരു ഗരം മസാലയുടെ ഫ്ലേവർ ഇതിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഒരു ഇച്ചിരി വെള്ളവും കൂടി ഞാനിപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒഴിച്ചത് തിളച്ച വെള്ളമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊഞ്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ പച്ചവെള്ളം ഒഴിക്കാതെ തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരണം. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ ഉപ്പ് ഇച്ചിരി കുറച്ചാണ് കേട്ടോ ഇടുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു സിമ്മിൽ ഒരു 6-7 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ കൊഞ്ചിൻ്റെ കഷ്ണങ്ങളിലെല്ലാം ഈ ഒരു മസാല ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ നേർമയില്ലാതെ നന്നായിട്ട് കട്ടിയായിട്ടുള്ളൊരു തേങ്ങാപ്പാൽ വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ. അതിന് ശേഷം നമ്മൾ ഒരുപാടിട്ട് അങ്ങ് തിളപ്പിക്കുകയൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം മിക്കവാറും റെസിപ്പീസൊന്നും അങ്ങനെ ഒരുപാട് തിളപ്പിക്കത്തില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ കഴിയാറായി. നമുക്കിന്നിപ്പം ഇത് രാത്രിയിലത്തേക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് സൈഡ് ഡിഷായിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. തംബ്നെയിലിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കൂടെ കറണ്ട് പോകുന്നുണ്ടായിരുന്നേ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.